ചേച്ചി ഇവിടെ കളിക്കുന്ന പോലെ ആദ്യമായിട്ടുള്ള പോയി ഇതിനുള്ളിലോട്ടോ നമുക്ക് ഇവിടെ നിൽക്കണ്ട നമുക്ക് പോവാ അനു ഒച്ചുണ്ടാക്കല്ലേ ആൾക്കാർ കേൾക്കും ഞാനതിനുള്ളിൽ പോയി അനു സാറില്ല ഞാൻ പറയുന്നത് കേക്ക് വേണ്ട നമുക്ക് വീട്ടിൽ പോയി പറയാം ആദ്യം നമുക്ക് രക്ഷിക്കണം നീ ഇപ്പൊ അത് വീട്ടിൽ പോയി പറഞ്ഞ അവരെന്ത് ചെയ്യും പോലീസിനോട് പറയും പോലീസ് നീ പറമ്പിത്തപ്പോ നമുക്ക് ആദ്യമോനെ കിട്ടുമോ നീ പറ എനിക്കറിയില്ല എനിക്ക് അനിയനെ വേണം കിട്ടില്ല അനു ഇതൊരു സാധാരണ സംഭവമല്ല നമുക്കിനി എന്താ ചെയ്യാൻ പറ്റുക നോക്കാം എനിക്ക് തോന്നുന്നത് ഇത് ഹോളിവുഡ് സിനിമകളിലൊക്കെ കാണുന്ന പോലെ എന്തോ സയൻസ് മിസ്റ്ററി ആണെന്ന് തോന്നുന്നു ഈ തോട്ടത്തിൽ ഒരാളെയും കൂടെ കാണാതായിട്ടുണ്ടെന്ന് നിക്കി ഞങ്ങളോട് പറഞ്ഞതാ പക്ഷെ ഞങ്ങളത് മൈൻഡ് ചെയ്തില്ല മാത്രല്ല അയാൾ ഇതുവരെ പോലീസിനെ കിട്ടിയിട്ടില്ല നമ്മളിപ്പോൾ ഇത് വീട്ടിൽ പറഞ്ഞ അവർ പോലീസിനോട് എന്തായാലും പറയും പോലീസ് നമ്മളെ ഇവിടുന്ന് മാറ്റും പിന്നീട് ഒരിക്കലും ചിലപ്പോൾ നമുക്ക് ആദ്യമേ കിട്ടത്തില്ല അപ്പൊ എന്റെ ആദ്യം അവരോടിട്ട് നമ്മള് പോവാനോ അല്ല അവർ നമ്മള് തിരിച്ചു കൊണ്ടുവരും നമ്മുടെ ബുദ്ധി കൊണ്ട് ഈ സയൻസ് വെച്ചിട്ട് തന്നെ പ്രോമിസ് അതുവരെ നീ ഇത് ആരോടും പറയരുത് പ്ലീസ് ഇരുട്ടായി തുടങ്ങി ഇനി അധിക നേരം ഇവിടെ നിൽക്കുന്നത് സേഫ് അല്ല പെട്ടെന്ന് നമുക്ക് ഇവിടുന്ന് പോവാം വായോ അനു വാ എന്തായി ആദ്യം അവിടെ അവൻ കണ്ടില്ലേ ഇല്ല കണ്ടില്ല ആ ലൈറ്റ് അവനെ കൊണ്ടുപോയി അയ്യോ എടി നമ്മളിനി വീട്ടിൽ ചെന്നിട്ട് എന്ത് പറയും അമ്മയും അമ്മനും ചോദിക്കൂലേ ആദ്യം എവിടെയെന്ന് ഇനിയിപ്പോ നമ്മൾ ലൈറ്റിന്റെ കാര്യം പറഞ്ഞാൽ തന്നെ നമ്മൾ എന്തെങ്കിലും ചെയ്തു എന്നേ അവര് വിചാരിക്കുള്ളൂ വേണ്ട വീട്ടിൽ പറയണ്ട അതുകൊണ്ട് ഒരു കാര്യം ഉണ്ടാവില്ല നമ്മളതിന് കള്ളം പറഞ്ഞേ പറ്റത്തുള്ളൂ പക്ഷെ എന്തു പറയും നമുക്ക് അവൻ പുറകെ വരുന്നുണ്ടായിരുന്നോ അങ്ങനെ വഴിയിൽ നിന്ന് മിസ്സായതാണെന്ന് പറഞ്ഞാലോ നടക്കൂല അതോടുകൂടി അവർ നാട്ടുകാരെല്ലാരും കൂട്ടി അന്വേഷിക്കാൻ ഇറങ്ങും പോലീസിലെ അറിയിക്കും അവസാനം നമുക്ക് സത്യം പറയേണ്ടി വരും അതോടെ എല്ലാം കൊളാവും അവൻ നമ്മുടെ കൂടെ ഇല്ല വേറെ എവിടെയോ സേഫ് ആണെന്ന് അമ്മേനെ വിശ്വസിപ്പിക്കണം അത് ഇനിയൊരു മാർഗമുള്ളൂ എങ്ങനെ വിശ്വസിപ്പിക്കും അവൻ വേറെ എങ്ങോട്ട് പോവാനാ ഒരൈഡിയ ഉണ്ട് അഭിമാമനും മാമയും മൂകാംബികയ്ക്ക് പോയതല്ലേ അപ്പൊ ആദ്യം അവരുടെ കൂടെ പോയി എന്ന് പറഞ്ഞാ പോരെ അതൊന്നും ഉണ്ണിയായിട്ട് വിശ്വസിക്കില്ല അവര് പോകുന്നതിന് മുമ്പ് വീട്ടിൽ വന്ന് പറഞ്ഞല്ലേ അപ്പൊ ആദ്യം നമ്മുടെ കൂടെ ഉണ്ടായിരുന്നില്ലേ എടി നമ്മൾ പറയും നമ്മൾ വരുന്ന വഴിക്ക് മാമനെ കണ്ടുവന്ന് ആദ്യം മാമനെ കണ്ടപ്പം കൂടെ പോണെന്ന് പറഞ്ഞ് ഭയങ്കര കരച്ചില് അവസാനം ഗതി കെട്ട് മാമൻ അവനെ വണ്ടി കയറ്റി കൊണ്ടുപോയി അങ്ങനെ പറയാം ഐഡിയ കൊള്ളാം പക്ഷെ അമ്മ മാമനെ ഫോൺ വിളിച്ച് ചോദിച്ചാലോ അമ്മ വിളിച്ചാലല്ലേ കുഴപ്പമുള്ളൂ അമ്മ വിളിക്കുമ്പം ആ കോള് മാമന് പോയില്ലെങ്കിലോ അപ്പൊ കുഴപ്പമില്ലല്ലോ അതെങ്ങനെ ഞാനിപ്പോ അഭിമാമന്റെ വീട്ടിലേക്ക് പോവാം അവര് രാത്രി ട്രെയിനിനാണ് പോണത് ഞാൻ എങ്ങനെയെങ്കിലും അവരുടെ ഫോണിൽ നിന്ന് അമ്മേന്റെ നമ്പർ ബ്ലോക്ക് ചെയ്തിടാം ബ്രില്യൻറ്റ് അങ്ങനെ ചെയ്താ ആൻറ്റി എത്ര വിളിച്ചാലും കോളും പോകില്ല ട്രിപ്പിലായതുകൊണ്ട് റേഞ്ചിലാന്ന് കരുതിക്കോളും അങ്ങനെയാണെങ്കിൽ നീ ഇവരെയും കൂട്ടി വീട്ടിലേക്ക് പോയിക്കോ ഞാൻ മാമന്റെ വീട്ടിൽ പോയിട്ട് വേഗം വരാം ഓക്കെ ഓക്കെ അതിയാണോ അതീനാ നോർമലായിട്ടിരിക്കണം ആർക്കൊരു സംശയം തോന്നരുത് ഇല്ല ഓക്കെ അതെ ഒന്ന് വേഗം ഇറങ്ങാൻ നോക്ക് ടാക്സി ഇപ്പൊ എത്തും ദേവു എന്താ ഒറ്റയ്ക്ക്
ഞാൻ വിചാരിച്ചു നിങ്ങൾ പോയിന്ന്. അതെ, ആദ്യമോൻ്റെ ഒരു കളിപ്പാട്ടം കാണാനല്ലെന്ന് പറഞ്ഞു, ഞാനത് എടുക്കാൻ വന്നതാ. കളിപ്പാട്ടോ? അവന്റെ എല്ലാ സാധനവും ഞാൻ ബാഗിൽ വെച്ചായിരുന്നല്ലോ. ആണോ? അവന്റെ ഫോണും തന്നേ, ഞാനേ അവരൊന്ന് വിളിച്ചു വെച്ചോട്ടെ ഏതാന്ന്. അവന്റെ കളിപ്പാട്ടം. ഇവിടെ എവിടെ? മാമ ഇവിടെ റേഞ്ച് ഇല്ലാന്ന് തോന്നുന്നു, വിളിച്ചിട്ട് കിട്ടണില്ല. ജിയോയ്ക്ക് ഇങ്ങനെയാ, ഇവിടെ റേഞ്ച് കിട്ടാറില്ല. ആണോ? മാമയുടെ ഫോൺ എന്ത്? എന്നാ അതൊന്നൊന്ന് വിളിച്ചു നോക്കാം. ഇതവിടെ കുത്തിയിട്ടുണ്ട്. ഇവിടെ കക്കൂസിപ്പോക്ക് എന്ത് ചെയ്യാം? ആദിക്കൊന്ന് കൊടുത്തേ. ഏതാടാ നീ പറഞ്ഞ കളിപ്പാട്ടം? ശരി, ബാഗ് തന്നെ ഉണ്ടോ? അതെ, അത് അവന്റെ ബാഗിൽ തന്നെ ഉണ്ടേന്ന്. ഞാൻ വെറുതെ ഇങ്ങോട്ട് പോന്നു. ഞാൻ അപ്പോഴേ പറഞ്ഞു, എന്നാലേ വേഗം പോകാൻ നോക്ക്. അതേ കൊണ്ടാക്കണം. വേണ്ട, ഞാൻ പോയിക്കോളാം, നിങ്ങൾ ഇറങ്ങാൻ നിൽക്കല്ലേ. അപ്പൊ ശരി, ഹാപ്പി ജേണി. ഓക്കെ. രജിതേ, എടി എന്തായി? അത് സെറ്റാണ്, നിങ്ങൾ വാ. നിങ്ങളിത് എവിടെ പോയി കിടക്കായിരുന്നു? ഇത്ര നേരം വേണോ കറങ്ങി വരാന്? അല്ല, ഒരാൾ കുറവുണ്ടല്ലോ. ആദ്യം ഇവിടെ അവന് അഭിമാമന്റെ കൂടെ കേറിപ്പോയി. അഭിമാമന്റെ കൂടെ പോയോ? എങ്ങട്ട്? മൂകാംബികയ്ക്ക്. മൂകാംബികയ്ക്കോ? അതെ. ഞങ്ങള് വരുന്ന വഴിക്ക് മാമനും മാമയും ഓട്ടോറിക്ഷ വെയിറ്റ് ചെയ്ത് നിൽക്കണ കണ്ടു. അവരെ കണ്ടതും കൂടെ പോണെന്ന് പറഞ്ഞാൽ ആദ്യമോൻ ഒരേ കരച്ചില്. ഞങ്ങൾ എത്ര പറഞ്ഞിട്ട് അവൻ കേട്ടില്ല. അവസാനം ഓട്ടോ വന്നപ്പം ഒരു നിവർത്തിയില്ലാതെ മാമൻ അവനെ കയറ്റി കൊണ്ടുപോയി. എന്താ അല്ല, അന്റെ മൊത്തം എന്തൊരു വിഷമം? അത് ആദ്യം ഓന്റെ വിഷമായിരിക്കും അല്ലേ അനു? അതെന്ത് പണി ആദ്യം കാണിച്ചത്? ഞാൻ ഒന്ന് ചേട്ടനെ വിളിക്കട്ടെ. ഔട്ട് ഓഫ് കവറേജ് ഏരിയ ആണല്ലോ. എടി, ആ ഒരു ട്രെയിനല്ലേ പോകുന്നത്. പൊതുവെ ആ റൂട്ടിൽ നെറ്റ്വർക്ക് ഷോക്കാണ്. അല്ലെങ്കിലും ട്രെയിൻ നെറ്റ്വർക്ക് ഒന്നും കിട്ടാറില്ല. വെറുതെ ട്രൈ ചെയ്യണ്ട, അവര് അവിടെ എത്തിയിട്ട് വിളിച്ചാൽ മതി. പാവം ചേട്ടന് ഇനി സമാധാനം കിട്ടൂല. അനു വിഷമിക്കണ്ട കേട്ടോ, അവൻ പോണെങ്കിൽ പോട്ടെ. ദിയമോളില്ലേ കളിക്കാന്? എന്തായാലും എല്ലാരും വന്ന് ഫുഡ് കഴിക്കേ. അർജുമാമ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ചേച്ചിക്ക് വിശപ്പില്ലാന്ന്. എന്താ വിശപ്പില്ലാത്ത? നല്ല കിടിലൻ ഫ്രൈഡ് റൈസ് ആണ്. സംശയം നിക്കിനോട് ചോദിച്ചു. അല്ല, നിക്കിവിടെ അവളും പോയോ മൂവാവേക്ക്? അവള് കിടന്നു. നാളെ അത്തിപ്പാറയ്ക്ക് പോണ്ടതല്ലേ. വേണമെങ്കിൽ വന്ന് കഴിച്ചോ, നാളെ ചോദിച്ചാൽ കിട്ടൂല. അല്ലമ്മ വേണ്ട, ഞങ്ങള് വരുന്ന വഴിക്ക് ഐസ്ക്രീം കഴിച്ചായിരുന്നു, അതാന്ന് തോന്നുന്നു. തീരെ വിശപ്പില്ല, ഞങ്ങൾ പോയി കിടക്കാം. അത് ശരി, അപ്പൊ എന്റെ ഫ്രൈഡ് റൈസ് വേസ്റ്റ്. സാരില്ല ഏട്ടാ, നമുക്കത് ഫ്രിഡ്ജിൽ വെച്ചിട്ടേ നാളെ അവർക്ക് തന്നെ ചൂടാക്കി കൊടുക്കാം. അത് കൊള്ളാം. പിന്നെ നാളെ ഇനി അടുക്കളയിൽ കയറണ്ട. ഒന്നുമില്ല ചേച്ചി, ഒന്നുമില്ല. അവനിക്കൊന്നും പറ്റില്ല. ചേച്ചി കരയാതിരിക്കുക. ദേവ് ചേച്ചി അതിന് ചേച്ചി ബ്രില്യൻ്റ് ആണ്. അതിനെന്തായാലും ചേച്ചി ഉണ്ടരും, ഉറപ്പ്.
ദീപു, ഈ ആൻഡ്രോയിഡ് എഡ്ജ് ഒന്ന് നോക്കിയേ. ഇതിങ്ങനെ ഒഴുകി പോകണമെങ്കിൽ ചുരുങ്ങിയത് അവിടെ ഒരു 1000 ഡിഗ്രി സെൽഷ്യസ് ചൂടെങ്കിലും വേണം. പക്ഷെ എന്നിട്ട് ഈ പ്ലാസ്റ്റിക് ക്യാമറയ്ക്കൊന്നും പറ്റിയിട്ടില്ല താനും. അതിനർത്ഥം അവിടെ ചൂടുണ്ടായിരുന്നില്ലെന്നല്ലേ? അതെ, ചൂടുകൊണ്ടല്ല ഇതിങ്ങനെ ആയത്. വലിയൊരു റേഡിയേഷൻ അല്ലെങ്കിൽ ഇലക്ട്രോമാഗ്നറ്റിക് വേവ് അടിച്ചിട്ടാണ് ഇതിങ്ങനെ ആയത്. ഹലോ, നിങ്ങൾ ഇതുവരെ ഉറങ്ങിയില്ലേ? സമയം 12 മണിയാവാറായല്ലോ. എന്താ ഇവിടെ പരിപാടി? ആ, ഞങ്ങള് സിനിമ കാണാം അമ്മ. ഇപ്പൊ തീരും. കണ്ടു കഴിഞ്ഞിട്ടേ വേഗം കടന്നോളണം കേട്ടോ. വെക്കേഷനാന്ന് പറഞ്ഞിട്ട് നേരം വൈകി എണീക്കാനൊന്നും നിക്കണ്ട. ഇല്ല. പിന്നെ ഞാൻ രാവിലെ അത്തിപ്പാറയ്ക്ക് പോട്ടോ. അർജുമാമൻ കൊണ്ടുവിടാന്ന് പറഞ്ഞു. അപ്പോ വന്നിട്ട് കാണാം. ഹാപ്പി വെക്കേഷൻ. താങ്ക് യു. എന്നാ ശരി, ഗുഡ് നൈറ്റ്. സീ യു, സ്വീറ്റ് ഡ്രീംസ്. എടി, ഇത് നോക്ക്. ഇതിനവര് വേറെ ലോകത്തേക്ക് പോണുണ്ടോ? ഇനി ഇതുപോലെ എന്തെങ്കിലും ആണോ ആദിക്ക് സംഭവിച്ചത്? എക്സാക്ട്ലി ഇത് തന്നെയാണ് ഞാൻ അത്ര നേരം നോക്കിക്കൊണ്ടിരുന്നത്. അപ്പൊ നമ്മൾ അവിടെ കണ്ട ആ വെളിച്ചം വേറെ ഒരു ലൈറ്റ് അല്ല, അതും ഇതുപോലെ തന്നെ ഒരു ഇലക്ട്രോമാഗ്നറ്റിക് വോം ഹോൾ ആവാനാണ് സാധ്യത. ഈ വോം ഹോൾ എന്ന് പറയുമ്പം ശരിക്കും എന്താ? ഇപ്പൊ ഇതിൽ കണ്ടതുപോലെ ഭൂമിയിലെ 2 പോയിന്റുകളെ അല്ലെങ്കിൽ 2 സമാന്തര ലോകങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു ഡോർ അല്ലെങ്കിൽ ഒരു പോർട്ടൽ. ആദ്യം ചിലപ്പോ ആ വെളിച്ചത്തിലൂടെ അപ്പുറത്തെ ലോകത്തേക്ക് വീണുപോയതാകാം. ഈ പോർട്ടലൊക്കെ ഇങ്ങനെ പറമ്പിലുണ്ടാവും. അതിനൊക്കെ വലിയ എനർജി സോഴ്സ് ഒക്കെ വേണ്ടേ? അതിനോടൊപ്പം എനിക്ക് മനസ്സിലാവട്ടെ. എന്താ ഈ ആന്റിന ഒരുക്കിയത് കണ്ടോ? അവിടുത്തെ പോർട്ടലിൽ നിന്നുള്ള മാഗ്നറ്റിക് ഫീൽഡ് പിടിച്ചെടുക്കാൻ ഈ ആന്റിനയുടെ റേഡിയോയ്ക്ക് കഴിഞ്ഞിട്ടുണ്ടാവും. എടി, നമ്മൾ പോയ സെയിം സ്ഥലത്തു നിന്നാണ് കഴിഞ്ഞ ദിവസം ഒരാളെ കാണാതായത്. അയാളുടെ കയ്യിലും മിസ്സിംഗ് ആയിരുന്ന സമയത്ത് ഒരു റേഡിയോ ഉണ്ടായിരുന്നു അത്രേ. ഞാൻ ന്യൂസിൽ കണ്ടതാ. എന്നാ അത് തന്നെ കാരണം. റേഡിയോകൾക്ക് ഇലക്ട്രോമാഗ്നറ്റിക് സിഗ്നലുകൾ പിടിച്ചെടുക്കാൻ സാധിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ വെളിച്ചം എവിടെന്നാ വരുന്നതെന്നും അതെങ്ങനെയാണ് തുറക്കുന്നതെന്നും കണ്ടുപിടിക്കണം. യെസ്, പക്ഷെ അതിന് നമുക്ക് സിഗ്നലുകൾ ട്രാക്ക് ചെയ്യുന്ന ഒരു പവർഫുൾ ടൂൾ വേണം. ഒരു സാധാരണ റേഡിയോ കൊണ്ട് നടക്കില്ല. അർജുന്റെ റേഡിയോ. എന്നാലും ഞാൻ പോയിട്ട് വരാം. പിന്നെ എനിക്ക് പൊരിക്കാൻ മാറ്റി വെച്ച കോഴി പീസ് ദേക്കാനും കൊടുത്തേക്ക്. എനിക്ക് അവിടെ അമ്മച്ചിയുടെ അടുത്ത് ചെന്നാൽ ഇഷ്ടം പോലെ കോഴി കിട്ടും. ആ ശരി ശരി. പിന്നെ അമ്മച്ചിയോട് എന്റെ അന്വേഷണം പറയണം കേട്ടോ. ആ പറഞ്ഞേക്കാം. ഓക്കെ കുട്ടിച്ചേട്ടാ, വിട്ടിട്ട് വേഗം വരണേ. അറിയാലോ ഇവിടെ പിള്ളേരുള്ളതാ. ഞാൻ പോയിട്ട് പെട്ടെന്ന് വരാം. പിന്നെ മുകളിലിരിക്കുന്ന എന്റെ സാധനം ഒന്ന് പിള്ളേരോട് തുടർന്ന് പറയണം. വിന്റേജ് മിലിറ്ററി ഐറ്റംസ് ആണ് ഫുള്ള്. ഓക്കെ. ആ ശരി, ഞാൻ പറഞ്ഞോളാം. അപ്പൊ ശരി, അവരൊക്കെ എണീക്കുമ്പോ ഞാൻ പോയി എന്ന് പറഞ്ഞേക്ക്. ഓക്കെ. മറ്റമ്മോ ഒന്ന് പേടി നടക്കേ. എന്താണ്, ഞാൻ ഇപ്പുറം കയറിക്കോളാം. ഓക്കെ. ചങ്ങല ഇങ്ങോട്ടേക്ക്. പോയി വാ. പോവല്ലേ? പോവാ. ഇതാന്ന് തോന്നുന്നു. നിനക്കറിയത്തില്ല ഇപ്പൊ? എനിക്ക് വലിയ പിടിയില്ല. മാമൻ ചെയ്യണത് കണ്ടിട്ടുള്ളൂ. നീ വാതിക്ക് നോക്കിയേക്ക്, ഞാൻ ഇതൊന്ന് ട്യൂൺ ചെയ്ത് നോക്കട്ടെ. ഓക്കെ.
അത് കുട്ടിച്ചേട്ടൻ പ്രത്യേകം പറഞ്ഞായിരുന്നു ഇതൊന്നും നിങ്ങളെ കൊണ്ട് തൊടിയിക്കരുതെന്ന്. ചെന്നേ താഴോട്ട് ചെന്ന് അവിടെ പോയി കളിച്ചേ. നിന്നോട് ഞാൻ പറഞ്ഞല്ലേ ഉണ്ണിയേണ്ടി വരുന്നുണ്ടോ നോക്കണമെന്ന്. ഞാൻ ആ റേഡിയോയിൻ്റെ സൗണ്ട് കേട്ട് ടെൻഷനിൽ നോക്കാൻ വിട്ടുപോയി. പക്ഷേ പ്രശ്നമാവോ? എടീ, നമ്മൾ ആ റേഡിയോയിൽ കേട്ട ശബ്ദം ആ പറമ്പെന്ന് കേട്ട അതേ ഇലക്ട്രോ മാഗ്നറ്റിക് മൂളൽ വരില്ലേ? ആ അതെ, അതുപോലെ തന്നെ ഉണ്ട്. ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ ആ പറമ്പിൽ ഒന്നുകൂടെ പോയി നോക്കണം. ചിലപ്പോൾ ആദ്യം ഇതിൽ സൂചന ബാക്കി വെച്ചിട്ടുണ്ടെങ്കിലോ. ഞാനെന്നാ അമ്മേനോടൊന്ന് പറഞ്ഞിട്ട് വരാം. അമ്മ, ഞങ്ങൾ ആ ഗ്രൗണ്ട് വരെ ഒന്ന് പോയിട്ട് വരാം. ഇവിടെ ഇരുന്നിട്ട് ഭയങ്കര ബോറടി. ഈ നട്ടുച്ചയ്ക്കോ? അതിനെന്താ, അത് കുഴപ്പമൊന്നുമില്ല. അപ്പൊ ഞാൻ പോകട്ടോ. അപ്പൊ ദിയമോളും അനു പോകുന്നൊക്കെ കൊള്ളാം, വെയിലും കൊള്ളാതെ തിരിച്ചു വന്നേക്കണം. ആ ഓക്കെ. ഇവിടെ ഐസ്. ഇത്ര വെയിലത്തും ഇവിടെ ഐസ്. അപ്പൊ ഇവിടെ ടെമ്പറേച്ചർ -ആണ്. അതിനർത്ഥം ഇതിന്റെ ഇടയിൽ എന്തോ ഉണ്ട്. ഇതിന്റെ ഇടയിൽ എന്തോ സൗണ്ട് കേൾക്കുന്നുണ്ട്. ദേവ് മാറിക്കോ. ഇനി ഇവിടുന്ന് കണ്ട പോവാം. ആ എന്തായി ചേട്ടാ, അമ്മച്ചി എന്താ പറയണു? ആ അമ്മച്ചിക്ക് രസം തന്നെ. എടി എന്റെ റേഡിയോ ആരെങ്കിലും ഓൺ ആക്കിയിരുന്നോ? മോളിൽ എന്തോ സൗണ്ട് വരുന്നത്. ആ അതാ ദേവും ഫ്രണ്ടും കൂടെ അവിടെ എന്തോ ചെയ്യുന്ന കണ്ടായിരുന്നു. ഞാൻ അപ്പൊ തന്നെ വഴക്ക് പറഞ്ഞ് ഓടിച്ചു. എന്താ ചേട്ടാ? വരുന്നുണ്ട്. വേഗം വേഗം നീ അരികിലേക്ക് മാറും. അയ്യോ മാമ, ഇവിടെ വരുന്നുണ്ട്. എനിക്ക് പേടിയാവുന്നു.